ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കാര്യങ്ങളൊക്കെ കൈവിട്ട് പോവാണ് കേട്ടോ. അബിയുടെ പ്ലാനുകളെല്ലാം പൊളിഞ്ഞു വീഴുന്ന കിടുക്കൻ സീനാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ വരാനിരിക്കുന്നത്. അങ്ങനെ അബി ഒരു പിടികിട്ടാ പുള്ളിയാണ്, തന്നെ ആർക്കും പിടിക്കാൻ കഴിയില്ല എന്ന ഒരു തോന്നലൊക്കെ ഉണ്ട് കേട്ടോ. ഇരിക്കുമ്പോഴാണ് മഞ്ജു തൻ്റെ മുന്നിലോട്ട് കമ്മീഷണറായി എത്തുന്നത് കേട്ടോ. മഞ്ജുവിനെ കാണുമ്പോൾ ഉള്ളൊന്ന് ഭയക്കുന്നുണ്ട്. അപ്പോൾ വിഭിമോൻ പറയുന്നുണ്ടെടാ, അവർ നമ്മളെ ലക്ഷ്യമിട്ട് വരുന്നത് എന്തിനാ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എടാ, നീ ഇങ്ങനെ ഭയപ്പെട്ടാൽ അവർക്ക് സംശയം തോന്നും, അതുകൊണ്ട് നീ ഒന്ന് അടങ്ങ് എന്ന് പറയുമ്പോൾ അവിടെ മഹിമ ചോദിക്കുക, നിങ്ങളെന്താ പരസ്പരം എന്തൊക്കെയോ പിറുപിറു പറയുന്നുണ്ടല്ലോ, അത് മറ്റുള്ളവർക്കും കൂടി കേൾക്കാൻ പറ്റിയ വിധത്തിലാണെങ്കിൽ ഒന്നും കൂടി നന്നായിരുന്നു. ഒരു ചോദ്യത്തിന് മറുപടി കൊടുക്കുന്നില്ല കേട്ടോ. ഇതേ സമയം മഞ്ജു ആണെങ്കിലോ, എന്താ അബി, വല്ല തെറ്റും ചെയ്തിട്ടുണ്ടോ? എൻ്റെ കാണുമ്പോൾ നിൻ്റെ മുഖത്ത് വല്ലാത്തൊരു പരിഭ്രാന്തി. അത് കേൾക്കുന്നതിനോടുകൂടി അത് മേഡത്തിൻ്റെ തോന്നലാണ്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് തന്നോടൊരു സന്തോഷ വാർത്ത പറയാനാണ് തന്നെ ഞാൻ നേരിൽ കാണാൻ ഈ കോളേജിലോട്ട് എത്തിയത്. അതങ്ങ് കേൾക്കുന്നതിനോടുകൂടി അബി പറയാ, എന്ത് സന്തോഷ വാർത്ത? അതെ, ഞാൻ ആ പീതാംബരൻ്റെ കേസ് ഒന്ന് തട്ടിക്കുട്ടി എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടോ. അത് കേൾക്കുന്നതിനോട് കൂടി വിഭിമോൻ എടാ അബി എന്ന് പറഞ്ഞിട്ട് കയ്യിലങ്ങ് മുറുക്കി പിടിക്കണം കേട്ടോ. ഇത് മഞ്ജു കാണുന്നുണ്ട്. എന്താ വിഭിമോനെ, പീതാംബരൻ്റെ കേസിൽ നിങ്ങൾക്ക് വല്ല പങ്കുണ്ടോ? അത് കേൾക്കുന്നതിനോടുകൂടി മാഡം ഇനിയിപ്പോൾ ആരെയും പ്രതിയായി കിട്ടിയില്ലെന്ന് കരുതി എന്നെ പിടിച്ചതാണോ? ഫസ്റ്റ് ഈ പറയുന്ന ഗിരിയേട്ടനെ പിടിച്ചു, അത് കഴിഞ്ഞതിന് ശേഷം ഈ നിൽക്കുന്ന മഹിമയെ പിടിച്ചു, ഇനിയിപ്പോൾ ആരും കിട്ടില്ലെന്ന് തോന്നിയപ്പോൾ എൻ്റെ അരികിലോട്ട് വന്നതാണോ? എന്നാൽ മേഡം, ഞാനൊരു പഠിക്കുന്ന സ്റ്റുഡൻ്റാണ്, എന്നെ എൻ്റെ വഴിക്ക് വിട്ടേക്ക് എന്ന് പറയുമ്പോൾ അതെങ്ങനെ മോനെ, അതെങ്ങനെ വിടാൻ കഴിയും? ഒരു പോലീസ് ഒരു കേസൊക്കെ ഏറ്റെടുക്കുമ്പോൾ പഠിക്കുന്ന സ്റ്റുഡൻസ് എന്നും മറ്റുള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഈ ഒരു പ്രതികളെ വെറുതെ വിടാൻ പറ്റുമോ? നീയൊന്ന് പറ അബി. അത് കേൾക്കുന്നതിനോടുകൂടി മേഡം എന്തിനാപ്പോൾ ഞങ്ങളെ ചോദ്യം ചെയ്യുന്നത്? അന്നത്തെ ദിവസം ഞങ്ങളിവിടെ ഉണ്ടായിരുന്നില്ല. അന്ന് ഞാനും ഈ വിപിൻ മോനും ചെന്നൈയിലോട്ട് പോവുകയായിരുന്നു. ഒരു കാര്യം മേഡം അന്വേഷിച്ച് കണ്ടെത്തിയതല്ലേ? അത് കേട്ടത് തന്നെ അതാണ് നിൻ്റെ മിടുക്ക്. നീയും വിപിൻ മോനും ചെന്നൈയിലോട്ട് പോവുകയാണെന്നുള്ള സത്യം എനിക്കും അറിയാടാ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്നെ തിരക്കി വന്നത്. നീ അങ്ങനെ ഒരു ചെന്നൈ ട്രിപ്പ് അങ്ങ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പീതാംബരൻ്റെ കൊലക്കേസിൽ നീയല്ല പ്രതിയെന്ന് അങ്ങ് വരുത്തി തീർക്കാൻ പറ്റുമോ? മാഡം പല പ്രാവശ്യം മാഡത്തിൻ്റെ അനിയത്തിനെ ഒരുപാട് തവണ പീഡിപ്പിച്ചിട്ടുണ്ട്, മാനസികമായി ശാരീരികമായി. ഇനിയും എന്നെ സ്വസ്ഥതയോടുകൂടി ജീവിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ മാഡം ഞാൻ ഒരു പോലീസുകാരിയാണെന്ന് നോക്കില്ല കേട്ടോ. താൻ എന്താടാ എന്നെ ചെയ്യുക? ഒന്ന് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യടാ. ഈ മഞ്ജു എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ മഞ്ജു അതിൻ്റെ കാര്യം തീർപ്പാക്കി തന്നെ മുന്നോട്ട് പോവുകയുള്ളൂ. അത് കേൾക്കുന്നതിനോടുകൂടി മാഡം പഴയൊരു കോൺസ്റ്റബിളായിരുന്ന മാഡം ഇന്നിപ്പോൾ ഒരു കമ്മീഷണറായി എന്ന് കരുതി മറ്റുള്ളവരെ എന്ത് ചെയ്യാമെന്നുള്ള മാഡത്തിൻ്റെ ഈ അധികാരഭാവം ഉണ്ടല്ലോ, അത് മാഡത്തിന് തന്നെ ദോഷം ചെയ്യും. ഞാനിവിടെ തെറ്റുകാരനല്ല. ഞാനിങ്ങനെ പീതാംബരം മരിക്കുമ്പോൾ ഇവിടെ ഉണ്ടാകുമോ എന്ന് മാഡത്തിന് പറയാൻ കഴിയും. കാരണം ഞാനന്ന് ചെന്നൈയിലോട്ട് പോകുന്ന എൻ്റെ മൊബൈൽ റേഞ്ച് മാഡത്തിന് കണ്ടുപിടിക്കാവുന്ന, മാഡത്തിന് എന്നെ ചെക്ക് ചെയ്ത് നോക്കിയാൽ അറിയാവുന്നതല്ലേ? എനിക്കറിയാടാ. എന്നാൽ നമുക്ക് പിറകിലോട്ട് ഒന്ന് അങ്ങ് പോയാലോ? അന്ന് പീതാംബരനെ കൊല്ലുക എന്നുള്ളത് നിൻ്റെ ലക്ഷ്യമായിരുന്നു. നിൻ്റെ ഏറ്റവും വലിയ ശത്രു ഈ നിൽക്കുന്ന മഹിമയല്ലേ? അപ്പോൾ അവളെ തനിക്ക് കൊടുക്കണം. എങ്ങനെ പോയാലും തന്നെ അവൾ വീഴ്ത്തുമ്പോൾ താൻ അവൾക്കിട്ടൊരു മുട്ട പണി കൊടുക്കണം. അതിന് വേണ്ടിയല്ലടാ നീ പീതാംബരനെ കൊന്നത്. അത് കേൾക്കുന്നതിനോടുകൂടി മാഡം ഞാൻ പറഞ്ഞു, വെറുതെ ആവശ്യമില്ലാതെ എൻ്റെ ദേഹത്തോട്ട് ഈ കേസ് കെട്ടിച്ചുമക്കാൻ നോക്കിക്കഴിഞ്ഞാൽ മുകളിലും ഇതുപോലെ ഓഫീസർമാരൊക്കെ ഉണ്ട്. ഞാൻ വേണ്ട പാട് അങ്ങ് കൈകാര്യം ചെയ്യുമെന്ന് പറയാം കേട്ടോ. നീ കൈകാര്യം ചെയ്താലും ചെയ്തില്ലെങ്കിലും ഇതിനൊക്കെ തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട്. എന്ത് തെളിവാണ് മാഡത്തിന്? ഞാനിവിടെ ചെന്നൈയിലോട്ട് പോകുന്ന ഞാൻ ചെന്നൈയിലല്ല എന്ന് തെളിയിക്കാൻ മാഡത്തിന് എന്ത് തെളിവ് എൻ്റെ കൈകളിലുണ്ട് എന്ന് ചോദിക്കാൻ കേട്ടോ. ആ സമയം അത് ഞാൻ പറയാടാ, നീ എന്തായാലും ഒന്ന് പിറകോട്ടൊന്ന് പോ. നീയും ഈ നിൽക്കുന്ന വിപിൻ മോനും ചെന്നൈയിലോട്ട് പോയി എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ അതിൽ പോയത് നിൻ്റെ ഫോണാണ്. നീ പോയില്ല. നീ എന്ത് ചെയ്തു? പീതാംബരനെ തേടി പിടിച്ചു. മഹിമയുടെ സർജിക്കൽ നൈഫും അവളറിയാതെ നീ മോഷ്ടിച്ച് ഈ പറയുന്ന പീതാംബരൻ്റെ കഴുത്തിന് വെച്ചത് നീയല്ലടാ. മാഡം ഇല്ലാത്തത് പറഞ്ഞാൽ അത് നിയമപരമായി അത് തെറ്റാണ് കേട്ടോ. മാഡത്തിന് എന്ത് തെളിവാണ് എൻ്റെ നേർക്ക് അങ്ങ് തെളിവ് കാണിക്കാനുണ്ടോ? അത് കേൾക്കുന്നതിനോടുകൂടി മഞ്ജു പറയാം, ഇല്ല, എൻ്റെ അടുത്ത് തെളിവില്ല. ഇത് ഞാൻ കണ്ടെത്തിയ ഒരു ഇതാണ്. എന്തായാലും ഈ പീതാംബരൻ്റെ പോസ്റ്റ്മോർട്ടത്തിൽ നന്നായി ഒരു കാര്യം വെളിപ്പെട്ടിട്ടുണ്ട്. ഒരു ഡോക്ടർ ഭാഗം പഠിക്കുന്ന അങ്ങനെ ഒരു ഫീൽഡിലുള്ളവർക്കാണ് ഈ കറക്റ്റ് പോയിന്റിൽ അവരുടെ കഴുത്തിന് തന്നെ ഇങ്ങനെ സർജിക്കൽ നൈഫ്
നൈഫ് വെച്ച് കട്ട് ചെയ്യാൻ കഴിയത്തുള്ളൂ എന്നുള്ളത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം കേട്ടോ. എന്ന് വെച്ച് ഞാനാണ് പ്രതി എന്ന് പറയാൻ പറ്റുമോ? മാഡത്തിൻ്റെ അനിയത്തിയാണെന്ന് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അതെന്താ മാഡത്തിൻ്റെ അനിയത്തിയെ ചോദ്യം ചെയ്യാത്ത ഈ മഹിമയെ ചോദ്യം ചെയ്തുകൂടെ? ഒരു പ്രാവശ്യം അവളെ ചോദ്യം ചെയ്തതുമാണല്ലോ. അവളുടെ നൈഫ്, സർജിക്കൽ നൈഫ് അവിടെ നിന്ന് കിട്ടിയതാണല്ലോ. താൻ ഇത്ര വിഡ്ഢിയാവരുത്. അവളെ ചോദ്യം ചെയ്യലും അവൾക്ക് ശിക്ഷ കൊടുക്കലും ഒക്കെ കഴിഞ്ഞു. പക്ഷേ അവൾക്ക് ഈശ്വരൻ എന്ന ഒരാളുടെ സാന്നിധ്യം അവളുടെ ഒപ്പം ഉള്ളത് കൊണ്ട് തന്നെ അവൾ എവിടെയായിരുന്നു ആ സമയം എന്ന് കണ്ടെത്താൻ കഴിഞ്ഞു. അപ്പോൾ മഹിമയുടെ സർജിക്കൽ നൈഫ് അവിടെ എത്തണമെന്നുണ്ടെങ്കിൽ അത് പിന്നെ ആരായിരിക്കും എത്തിച്ചിട്ടുണ്ടാവുക? ഇത് കേൾക്കുന്നതിനോടുകൂടി അബിക്കങ്ങ് ദേഷ്യം പിടിക്കണം കേട്ടോ. അബി പറയണേ, ദേ വെറുതെ വായിൽ തോന്നിയത് പറഞ്ഞ് നിങ്ങൾ ആ കുറ്റം എൻ്റെ മേലെ ചുമത്താൻ ശ്രമിച്ചാൽ ഞാനത് വെറുതെ കേട്ടു നിൽക്കുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ഒരിക്കലും ഞാനത് കേട്ടു നിൽക്കില്ല. ഇതിന് ഞാൻ പ്രതികരിച്ചിരിക്കും. നീ ഒരു പ്രതികരണം ചെയ്യില്ല. നീയാണിത് ചെയ്തതെന്ന് നന്നായിട്ട് അറിയാം. എൻ്റെ അനിയത്തിയോടും എൻ്റെ കുടുംബത്തിനോടുള്ള പ്രതികാരം. എന്നാൽ നിന്നെ അങ്ങ് തൂക്കിയെടുത്ത് സെല്ലിലോട്ട് ഇടാനും എനിക്കറിയാം. അങ്ങനെയൊന്നും കഴിയില്ല. അതിന് നിന്നെ ആരാ തൂക്കിയെടുക്കുന്നത്? ഞാനിപ്പോൾ അറസ്റ്റ് ചെയ്യുന്നത് വിപിൻ മോനെയാണ്. അവനെ അങ്ങ് അറസ്റ്റ് ചെയ്യട്ടെ എന്ന് പറയുന്നു കേട്ടോ. ഇതങ്ങ് കേൾക്കുന്നതിനോടുകൂടി തൻ്റെ ആ ഒരു പദ്ധതികളുണ്ടല്ലോ, അതായത് താൻ തയ്യാറാക്കി വെച്ച പദ്ധതിയിൽ വിപിൻ മോനെ ഒരിക്കലും ചേർത്താൻ പറ്റില്ല. കാരണം വിപിൻ മോനെ ആരെങ്കിലും നന്നായി ഒന്ന് കുടഞ്ഞു കഴിഞ്ഞാൽ താൻ മറച്ചു വെച്ചിരിക്കുന്ന ആ സത്യങ്ങളെല്ലാം പുറത്തു വരുമെന്നുള്ളത് ഉറപ്പ് തന്നെ. അങ്ങനെ എടാ വാടാ. അപ്പോഴേക്കും അഭി പറയണേ, അതെ വിപിൻ മോനും എൻ്റെ കൂടെ യാത്ര ചെയ്തിരുന്നു. മാഡത്തിനോട് ഞാൻ പറഞ്ഞതല്ലേ. ഓ അത് നീ പറഞ്ഞു. നീ എന്തിനെ നിൻ്റെ കാര്യം നോക്കിയാൽ പോരെ? വിപിൻ മോൻ്റെ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാം. ഇവനെ ഒന്ന് ചോദ്യം ചെയ്യട്ടോ. താൻ എന്തിനാടോ ഇങ്ങനെ ഭയക്കുന്നത്? അപ്പോൾ തെറ്റ് ചെയ്യാത്തവർ ഭയപ്പെടേണ്ട ആവശ്യമില്ല. താൻ ചെന്നൈയിലാണെങ്കിൽ താൻ എന്തിനെ പേടിക്കുന്നത്? എന്താ വിപിൻ മോനെ, താൻ ചെന്നൈയിലായിരുന്നില്ല? അത് പിന്നെ മാഡം എന്താ താൻ ചെന്നൈ ആണ് മാഡം, ഞാൻ ചെന്നൈയിലായിരുന്നു. പിന്നെ എന്താ പ്രശ്നം? നിനക്ക് എൻ്റെ കൂടെ വരാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ താൻ പേടിക്കേണ്ട ആവശ്യമുള്ളൂ. താൻ തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല മാഡം, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല മാഡം എന്ന് വിപിൻ മോൻ പറയുമ്പോൾ ഉടൻ തന്നെ എന്നാ വാ, ഞാൻ 2-3 കാര്യങ്ങളൊന്ന് ചോദിച്ചിട്ട് നിൻ്റെ വീട്ടിലോട്ട് തന്നെ പറഞ്ഞേക്കാം. നീ കോളേജിലോട്ട് തന്നെ പോരെ എന്ന് പറഞ്ഞിട്ട് വിപിനെ അങ്ങ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം കേട്ടോ. ഈ സമയം അബിയുടെ മുഖം ആകെ പരിഭ്രാന്തി. അവൾ തലചൊറിയുന്നു, കൈ ചൊറിയുന്നു, അങ്ങനെയുള്ള അസ്വസ്ഥ കാട്ടിക്കൂട്ടൽ കാണുന്നു കേട്ടോ. ഇത് കാണുന്ന മഹിമ, എന്താ അബി നിൻ്റെ കണക്ക് കൂട്ടലുകൾ അങ്ങ് തെറ്റിയോ? നീ എൻ്റെ സർജിക്കൽ നൈഫ് ഞാൻ അറിയാതെ മോഷ്ടിച്ചിട്ട് പീതാംബരനെ കൊന്നത് ഞാനെന്ന് വരുത്തി തീർക്കാൻ നോക്കുമ്പോൾ ദൈവം എൻ്റെ കൂടെ ഉള്ളത് കൊണ്ടല്ലടാ അന്ന് ഞാൻ ആ ട്രാഫിക്കിൽ ഞാൻ ആ റോഡിൽ ഹെൽമെറ്റ് വെക്കാതെ യാത്ര ചെയ്തതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ക്യാമറ അടിച്ചത്, അങ്ങനെ ഒരു ഫൈൻ അടിച്ചത്. അല്ലായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഞാൻ ഈ ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ ഇന്ന് ഞാൻ ശിക്ഷ അനുഭവിച്ചിരുന്നില്ലേ? എന്തായാലും എൻ്റെ ചേച്ചി രണ്ടും കൽപ്പിച്ച് തന്നെ പുറത്തിറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പലവരും ഇതിൽ കത്തിയരും. അപ്പോൾ സൂരജ് പറയണേ, ഇവനെ പോലെയുള്ളവനൊന്നും ഒരിക്കലും ഡോക്ടറാവാൻ പാടില്ല. ഇവൻ ഡോക്ടറായി കഴിഞ്ഞാൽ തീർച്ചയായും പല അക്രമങ്ങളും ഇവൻ ചെയ്യും. ഇവനെ ഒരു സൈക്കോ ആണ്. എടോ നീ ഒന്ന് സൈക്കോ. ഞങ്ങളുടെ ദേഹത്ത് തൊട്ട് കളിക്കണ്ട. ഞങ്ങളുടെ ദേഹത്ത് തൊട്ട് കളിച്ചാൽ ഇതും കൂടി അങ്ങ് കൂട്ടിയിട്ട് പീതാംബരൻ്റെ കേസും കൂടി അങ്ങ് കൂട്ടിച്ചമച്ച് നിന്നെ അങ്ങ് സെല്ലിലോട്ട് അടക്കുമെന്ന് പറയണ കേട്ടോ. ഈ സമയം അബിക്ക് പേടിയാവാണ്. അബി പെട്ടെന്ന് കൈയെടുക്കാൻ കേട്ടോ. അങ്ങനെ അബിയുടെ കണക്ക് കൂട്ടലുകൾ തെറ്റുന്ന ആ കിടുക്കൻ സീനാണ് കേട്ടോ നമുക്ക് മുന്നിൽ വരാനിരിക്കുന്നത്.